ഹായ് മിത്ര, ഗുഡ് മോർണിംഗ്. എ വെരി ഗ്രേറ്റ് ഗുഡ് മോർണിംഗ് സർ. ഇന്ന് പല ആളുകൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തതും അവയുടെ അർത്ഥം അറിയാത്തതുകൊണ്ടുമാണ്. മിത്ര പറഞ്ഞത് 100% ശരിയാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കും അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥവും അറിയാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത്. അതെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായ ചില കുട്ടി വാക്കുകളുണ്ട്. ആ കുട്ടി വാക്കുകൾ പഠിക്കുക എന്നുള്ളത്. ആ കുട്ടി വാക്കുകൾ പഠിച്ചാൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, പോക്കിരി രാജ എന്ന സിനിമയിൽ പറയുന്നത് പോലെ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് തെറ്റാണെങ്കിൽ കൂടി നമ്മൾ പറയാൻ പഠിക്കണം. പറഞ്ഞാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ സംസാരിക്കാതിരുന്നാൽ ഇംഗ്ലീഷ് പഠിക്കില്ല. നമുക്കറിയത്തില്ലേ, കുട്ടിക്കാലത്ത് നമ്മൾ എത്രയോ തവണ എഴുന്നേറ്റ് നിന്നപ്പോഴാണ്, എത്രയോ തവണ മറിഞ്ഞു വീണപ്പോഴാണ് നമ്മൾ പിന്നീട് എണീറ്റ് നിൽക്കുവാൻ പഠിക്കുന്നത്. അതുപോലെയാണ് ഇംഗ്ലീഷും. പലതവണ തെറ്റ് സംസാരിക്കും. അങ്ങനെ തെറ്റ് സംസാരിച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തുക? ശരിയായ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര വേർഡ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര വാക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും? വളരെ രസകരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. എത്ര വാക്കുകൾ അറിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും? നമ്മൾ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടില്ലേ, എത്ര തവണയാണ് നമ്മൾ തെറ്റായി സംസാരിക്കുക? എത്ര വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുക? അമ്മ എന്ന വാക്കിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലേ? പിന്നീട് നമ്മൾ കുറേശ്ശെ വാക്കുകൾ പഠിക്കും. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ, ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുവാൻ ഒരു 100 മുതൽ 200 വാക്കുകൾ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. എൻ്റെ 100 വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് രസകരമായി സംസാരിക്കാൻ പഠിക്കുന്ന രീതിയിലേക്കുള്ളതാണ് എൻ്റെ ക്ലാസ്. കൃത്യം 5 വീഡിയോ കഴിയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും. 100 വീഡിയോയിലൂടെ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരെയും ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 2ാമത്തെ വീഡിയോ ആണിത്. 20 വർഷത്തിലേറെ അധ്യാപന പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന വീഡിയോ ആണിത്. 5 വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 2ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് വേണ്ട, പേപ്പർ വേണ്ട. എന്നാൽ ഇനി പറയുന്ന നിബന്ധനകൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഫസ്റ്റ് പാർട്ട്, അതായത് ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ 2ാമത്തെ ഭാഗം കാണാമുള്ളൂ. 2ാമത്തെ ഈ വീഡിയോ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും കാണണം. ശ്രദ്ധയോടെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും 5 പ്രാവശ്യം നിങ്ങൾ കേൾക്കണം. വീഡിയോയിൽ പറയുന്ന എല്ലാ വാക്കുകളും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ച് കഴിഞ്ഞാൽ 5 വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് ആരംഭിക്കും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ പ്രത്യേകത. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷിലെ കുട്ടി വാക്കുകൾ അഥവാ കൊച്ചു വാക്കുകളും അവയുടെ മലയാളത്തിലുള്ള അർത്ഥവുമാണ്. ഞാൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് അറിയാവോ? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. അപ്പോൾ നീ എന്ന് പറയാൻ ഏതാ ഉപയോഗിക്കുന്നറിയാവോ? യു എന്ന് പറഞ്ഞാൽ നീ. അവൻ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹി അവൻ. ഷീ അവൾ. ഇറ്റ് ഇത്. വി നമ്മൾ. ദേ അവർ. ഒന്നുകൂടെ പറയാം. ഐ ഞാൻ, യു നീ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത്, വി നമ്മൾ, ദേ
അവർ. ഇത് പലതവണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിനി മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഞാനൊരു ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളത്തിലുള്ളത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ, ഇംഗ്ലീഷ് വാക്കറിയോ? എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ഞാൻ. ഐ. നീ, ഏതാ ഇംഗ്ലീഷ് വാക്ക്? യു. അവൻ, ഏതാണെന്നറിയോ ഇംഗ്ലീഷ് വാക്ക്? ഹി. അവൾ, ഷി. ഇത്, ഇറ്റ്. നമ്മൾ, വി. അവർ, ദേ. അടുത്തത് സി. SEE, സി, കാണുക. സേ, SAY, സേ, പറയുക. മേക്ക്, MAKE, മേക്ക്, ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക. ടേക്ക്, TAKE, ടേക്ക്, എടുക്കുക. ഗിവ്, GIVE, ഗിവ്, നൽകുക. ഗെറ്റ്, GET, ഗെറ്റ്, കിട്ടുക. നോ, KNOW, നോ, അറിയുക. സി, കാണുക. സേ, പറയുക. മേക്ക്, ഉണ്ടാക്കുക. ടേക്ക്, എടുക്കുക. ഗിവ്, നൽകുക. ഗെറ്റ്, കിട്ടുക. നോ, അറിയുക. ഇനി ഞാൻ നേരെ തിരിച്ചു പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങളുടെ മനസ്സിൽ വരണം. കാണുക, സി. പറയുക, സേ. ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക, മേക്ക്. എടുക്കുക, ടേക്ക്. നൽകുക, ഗിവ്. കിട്ടുക, ഗെറ്റ്. അറിയുക, നോ. അടുത്തത് ഡു. DO, ഡു, ചെയ്യുക. ഡസ്, DOES, ഡസ്, ചെയ്യുക. ഡിഡ്, DID, ഡിഡ്, ചെയ്തു. അപ്പം ഡൂവും ഡസിൻ്റെയും പാസ്റ്റാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് എന്ന് പറയുക. ഡിഡ്, ചെയ്തു, ചെയ്തു. ഗോ, GO, ഗോ, പോകുക. കം, COME, കം, വരിക. ഈറ്റ്, EAT, ഈറ്റ്, കഴിക്കുക. ഡ്രിങ്ക്, DRINK, ഡ്രിങ്ക്, കുടിക്കുക. ഒന്നുകൂടെ പറയാം. ഡു, ചെയ്യുക. ഡസ്, ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പിന്നീട് പഠിക്കാം. ഡിഡ്, ചെയ്തു. ഗോ, പോകുക. കം, വരിക. ഈറ്റ്, കഴിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. ഒന്നുകൂടെ. ഡു, ഡസ് രണ്ടും ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നുള്ള പിന്നീട് നമ്മൾ പഠിക്കും. ഡിഡ്, ചെയ്തു. ഗോ, പോകുക. കം, വരിക. ഈറ്റ്, കഴിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. ഇനി നേരെ തിരിച്ചും ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങളുടെ മനസ്സിൽ വരണം. ചെയ്യുക, ഏതാണ് ഉപയോഗിക്കുന്നത്? ഡൂവും ഡസും ഉപയോഗിക്കും. ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഡിഡ് ആണ് ഉപയോഗിക്കുക. പോകുക, ഗോ. വരിക, കം. കഴിക്കുക, ഈറ്റ്. കുടിക്കുക, ഡ്രിങ്ക്. അടുത്തത് ഈസ്, ആം, ആർ. ഈ മൂന്നെണ്ണത്തിൻ്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കും. ഈസ്, IS. ആം, AM. ആർ, ARE. ഇത് മൂന്നിൻ്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ഈസ്, ആം, ആർ, അർത്ഥം ആകുന്നു. ഇതിൻ്റെ പാസ്റ്റാണ്. പാസ്റ്റ് എങ്ങനെ ആയിരിക്കും? ആയിരുന്നു എന്നാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വാസ്, വേറും ആണ്. വാസ്, WAS. വേറിന് ഉപയോഗിക്കുന്ന WERE. വാസ്, വേർ രണ്ടിൻ്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. വാസ്, വേർ, ആയിരുന്നു. ബി,
BE ബി ആകുക എന്ന് തന്നെയാണ്. ഹാവ് ഉണ്ടാകുക, ഹാസ് ഉണ്ടാകുക. അപ്പോൾ ഹാവും ഹാസും ഉണ്ടാകുക, ഉണ്ട്, ഉണ്ടായിരിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഹാവിനും ഹാസിനും ഉള്ളത്. ഹാവ് HAVE, ഹാസ് HAS. ഹാവിനും ഹാസിൻ്റെയും അർത്ഥം ഉണ്ടാകുക അല്ലെങ്കിൽ ഉണ്ട്, അതും അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക എന്നാണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ HAD, ഹാഡ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഹാഡ്. അടുത്തത് പേന. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേനയ്ക്ക് ഇംഗ്ലീഷിൽ പെൻ എന്നാണ് പറയുക. PEN, പെൻ, പേന. ചെയർ, നമ്മൾ ഇരിക്കുന്ന കസേരയില്ലേ, അതിന് ചെയർ എന്നാണ് പറയുക. CHAIR, ചെയർ, കസേര. ടേബിൾ, TABLE, ടേബിൾ, മേശയ്ക്ക് പറയുന്ന. റൂം, ROOM, റൂം, മുറി. സിറ്റി, CITY, സിറ്റി, നഗരം. വില്ലേജ്, VILLAGE, വില്ലേജ്, ഗ്രാമം. പെൻ, പേന. ചെയർ, കസേര. ടേബിൾ, മേശ. റൂം, മുറി. സിറ്റി, നഗരം. വില്ലേജ്, ഗ്രാമം. പേനയ്ക്ക് പെൻ എന്നും, കസേരയ്ക്ക് ചെയർ എന്നും, മേശയ്ക്ക് ടേബിൾ എന്നും, മുറി റൂം എന്നും, നഗരം സിറ്റി എന്നും, ഗ്രാമത്തിന് വില്ലേജ് എന്നും പറയുന്നു. ടീച്ചർ, TEACHER, ടീച്ചർ, അധ്യാപകൻ. സ്റ്റുഡൻറ്, STUDENT, സ്റ്റുഡൻറ്, വിദ്യാർത്ഥി. ഹൗസ്, HOUSE, ഹൗസ്, വീട്. വാട്ടർ, WATER, വാട്ടർ, വെള്ളം. ഫുഡ്, FOOD, ഫുഡ്, ഭക്ഷണം. ബുക്ക്, BOOK, ബുക്ക്, പുസ്തകം. ടീച്ചർ, അധ്യാപകൻ. സ്റ്റുഡൻറ്, വിദ്യാർത്ഥി. ഹൗസ്, വീട്. വാട്ടർ, വെള്ളം. ഫുഡ്, ഭക്ഷണം. ബുക്ക്, പുസ്തകം. അധ്യാപകന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? ടീച്ചർ. വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റുഡൻറ്. വീടിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ഹൗസ്. വെള്ളത്തിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? വാട്ടർ. ഭക്ഷണത്തിന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുന്നത്? ഫുഡ്. പുസ്തകത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതോ? ബുക്ക്. മാൻ, MAN, മാൻ. പുരുഷൻ. വിമൺ, WAMAN, വിമൺ, സ്ത്രീ. ചൈൽഡ്, CHILD, ചൈൽഡ്, കുട്ടി. ബോയ്, BOY, ബോയ്, ആൺകുട്ടി. ഗേൾ, GIRL, ഗേൾ, പെൺകുട്ടി. ഫ്രണ്ട്, FRIEND, ഫ്രണ്ട്, സുഹൃത്ത്. മേൻ, പുരുഷൻ. വിമൺ, സ്ത്രീ. ചൈൽഡ്, കുട്ടി. ബോയ്, ആൺകുട്ടി. ഗേൾ, പെൺകുട്ടി. ഫ്രണ്ട്, സുഹൃത്ത്. ഇനി മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ പറയാം നോക്കാം. പുരുഷൻ, മാൻ. സ്ത്രീ, വിമൺ. കുട്ടി, ചൈൽഡ്. ആൺകുട്ടി, ബോയ്. പെൺകുട്ടി, ഗേൾ. സുഹൃത്ത്, ഫ്രണ്ട്. അതെ, ശരി എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ വാക്കാണ് യെസ്. YES, യെസ്. ഇല്ല എന്ന് പറയാൻ ഏതാണെന്നറിയോ? നോ, NO, നോ. യെസ്, ശരി. നോ, ഇല്ല. പ്ലീസ്,
PLEASE പ്ലീസ് ദയവായി. താങ്ക് യു THANKYOU താങ്ക് യു നന്ദി. സോറി SORRY സോറി ക്ഷമിക്കണം. വെൽക്കം WELCOME വെൽക്കം സ്വാഗതം. ഓക്കെ ശരി. അപ്പം ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഇതിലൂടെ പഠിക്കുന്ന ഏതൊക്കെയാണ്? യെസ് എന്ന് പറഞ്ഞാൽ അതെ ശരി, നോ എന്ന് പറഞ്ഞാൽ ഇല്ല, പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി, താങ്ക് യു നന്ദി, സോറി ക്ഷമിക്കണം, വെൽക്കം സ്വാഗതം, ഓക്കെ ശരി. അപ്പോൾ ശരി എന്ന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാ? ശരി എന്നതിനുള്ള ഇംഗ്ലീഷ് വാക്കാണ് യെസ്. ഇല്ല എന്നുള്ളതിന് നോ എന്നും, ദയവായി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പ്ലീസ്, നന്ദി താങ്ക് യു, ക്ഷമിക്കണം സോറി, സ്വാഗതം വെൽക്കം, ശരി ഓക്കെ. NEW ന്യൂ പുതിയത്, OLD ഓൾഡ് പഴയത്, ഹാപ്പി HAPPY സന്തോഷം, സാഡ് SAD സാഡ് ദുഃഖം, ഫാസ്റ്റ് FAST വേഗത്തിൽ, സ്ലോ SLOW സാവധാനം. ന്യൂ പുതിയത്, ഓൾഡ് പഴയത്, ഹാപ്പി സന്തോഷം, സാഡ് ദുഃഖം, ഫാസ്റ്റ് വേഗത്തിൽ, സ്ലോ സാവധാനം. പുതിയത് എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാ? ന്യൂ. പഴയത് ഇംഗ്ലീഷ് വാക്ക് ഏതാ? ഓൾഡ്. സന്തോഷം ഇംഗ്ലീഷ് വാക്ക് ഏതാ? ഹാപ്പി. ദുഃഖത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാ? സാഡ്. വേഗത്തിൽ ഫാസ്റ്റ്. സാവധാനത്തിൽ ഇംഗ്ലീഷ് വാക്ക് സ്ലോ. ഗുഡ് GOOD ഗുഡ് നല്ലത്. BAD ബാഡ് ചീത്ത. ബിഗ് BIG ബിഗ് വലുത്. SMALL സ്മോൾ ചെറുത്. HOT ഹോട്ട് ചൂട്. COLD കോൾഡ് തണുത്തത്. ഗുഡ് നല്ലത്, ബാഡ് ചീത്ത, ബിഗ് വലുത്, സ്മോൾ ചെറുത്, ഹോട്ട് ചൂട്, കോൾഡ് തണുത്തത്. നല്ലതിനുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഗുഡ്. ചീത്തയ്ക്കുള്ള ഇംഗ്ലീഷ് വാക്കാണ് ബാഡ്. വലുത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് ബിഗ്. ചെറുതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സ്മോൾ. ചൂടിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഹോട്ട്. തണുത്തത് ഇംഗ്ലീഷ് വാക്ക് കോൾഡ്. ടുഡേ TODAY ടുഡേ ഇന്ന്. ടുമോറോ TOMORROW ടുമോറോ നാളെ. യെസ്റ്റർഡേ YESTERDAY യെസ്റ്റർഡേ ഇന്നലെ. നൗ NOW ഇപ്പോൾ. മോർണിംഗ് MORNING മോർണിംഗ് രാവിലെ. നൈറ്റ് NIGHT നൈറ്റ് രാത്രി. ടുഡേ ഇന്ന്. ടുമോറോ നാളെ. യെസ്റ്റർഡേ ഇന്നലെ. നൗ ഇപ്പോൾ. മോർണിംഗ് രാവിലെ. നൈറ്റ് രാത്രി. ടുഡേ ഇന്ന്. ടുമോറോ നാളെ. യെസ്റ്റർഡേ ഇന്നലെ. നൗ ഇപ്പോൾ. മോർണിംഗ് രാവിലെ. നൈറ്റ് രാത്രി. ഇന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ? ടുഡേ. നാളെ ടുമോറോ എന്നാ പറയുന്നത്. ഇന്നലെ യെസ്റ്റർഡേ. ഇപ്പോൾ നൗ. രാവിലെ മോർണിംഗ്. രാത്രി നൈറ്റ്. അടുത്തത് ഇൻ IN ഇൻ. മലയാളത്തിൽ ഇൽ എന്നൊക്കെ വരത്തില്ലേ, ആ സമയത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻ. ബോക്സിനുള്ളിൽ എന്ന് നമ്മൾ പറയത്തില്ലേ, ബോക്സിനുള്ളിൽ ഇൽ
ബോക്സിനുള്ളിൽ ഇൽ. അപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇൻ ദ ബോക്സ്. കണ്ടോ, ആ ഇൽ വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻ. IN, ഇൻ. ഇൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇൻ ദ ബോക്സ്, ബോക്സിനുള്ളിൽ. ഇനി ഓൺ, ON, ഓൺ, മുകളിൽ, മീതെ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓൺ ദ ടേബിൾ, ടേബിളിന് മുകളിൽ. ഓൺ ദ ടേബിൾ, ടേബിളിന് മുകളിൽ. ഓൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മുകളിൽ അല്ലെങ്കിൽ മീതെ എന്നുള്ള അർത്ഥമാണ്. അണ്ടർ, UNDER, UNDER, അണ്ടർ, അടിയിൽ എന്നുള്ള അർത്ഥം. ബിറ്റ്വീൻ, BETWEEN, ബിറ്റ്വീൻ, ഇടയിൽ. നിയർ, NEAR, നിയർ, സമീപം. ബിഹൈൻഡ്, BEHIND, ബിഹൈൻഡ്, പിന്നിൽ. അപ്പം ഇൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? ഇൽ എന്ന അർത്ഥം വരാനും, ഓൺ ഉപയോഗിക്കുന്നത് മുകളിൽ അല്ലെങ്കിൽ മീതെ എന്ന അർത്ഥത്തിനും, അണ്ടർ അടിയിൽ എന്നുള്ള അർത്ഥവും, ബിറ്റ്വീൻ ഇടയിൽ എന്നുള്ള അർത്ഥവും, നിയർ സമീപം എന്നുള്ള അർത്ഥവും, ബിഹൈൻഡ് പിന്നിൽ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കുന്നതാണ്. അപ്പം മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ മനസ്സിൽ കരുതണം. ഇൽ, ഇൻ. മുകളിൽ അല്ലെങ്കിൽ മീതെ എന്നുള്ളതിന് ഓൺ, അടിയിൽ എന്നുള്ളതിന് അണ്ടർ, ഇടയിൽ ബിറ്റ്വീൻ, സമീപം നിയർ, പിന്നിൽ ബിഹൈൻഡ്. ഇനി ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പറയാൻ പോകുന്നത്. ചോദ്യം ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. വാട്ട്, WHAT, വാട്ട്, എന്ത്. വേർ, WHERE, വേർ, എവിടെ. വെൻ, WHEN, വെൻ, എപ്പോൾ. വൈ, WHY, വൈ, എന്തുകൊണ്ട്. ഹൂ, WHO, ഹൂ, ആര്. വിച്ച്, WHICH, വിച്ച്, ഏത്. ഹൗ, HOW, എങ്ങനെ. വാട്ട്, എന്ത്. വേർ, എവിടെ. വെൻ, എപ്പോൾ. വൈ, എന്തുകൊണ്ട്. ഹൂ, ആര്. വിച്ച്, ഏത്. ഹൗ, എങ്ങനെ. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചോദ്യപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം. വാട്ട്, എന്ത്. വേർ, എവിടെ. വെൻ, എപ്പോൾ. വൈ, എന്തുകൊണ്ട്. ഹൂ, ആര്. വിച്ച്, ഏത്. ഹൗ, എങ്ങനെ. എന്ത് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ചോദ്യപദം ഏതാ? വാട്ട്. എവിടെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വേർ. എപ്പോൾ, വെൻ. എന്തുകൊണ്ട്, വൈ. ആര്, ഹൂ. ഏത്, വിച്ച്. എങ്ങനെ, ഹൗ. രണ്ടാമത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ കുറഞ്ഞത് 5 തവണയെങ്കിലും ഈ വീഡിയോ കേൾക്കണം. അങ്ങനെ കേട്ട് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും നിങ്ങൾക്ക് തിരിച്ചും അതിൻ്റെ അർത്ഥം പറഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോ കാണാവുള്ളൂ. കൃത്യം 5 വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുന്നതായിരിക്കും.